എല്ലാവർക്കും നമസ്കാരം. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നായകൻ എന്ന തമിഴ് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു വയലിൻ ട്യൂട്ടോറിയലാണ് ഇടുന്നത്. ഈ സിനിമ തന്നെ വളരെ പോപ്പുലറായിരുന്ന ഒന്ന്. നായകൻ മണിരത്നം സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനായി അഭിനയിച്ച പടമാണ്. മെയിൻ റോളിൽ കമലഹാസൻ അഭിനയിച്ച പടം. അതിൻ്റെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അക്കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിൻ്റെ മെയിൻ തീമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വായിക്കാൻ പോകുന്നത്. ഡി മൈനർ സ്കെയിലാണ് ആ തീം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ പല സ്കെയിലും പല ഭാഗത്തും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വയലിന് വേണ്ടിയിട്ട് അത് ഡി മൈനറിലാണ് വായിക്കുന്നത്. ഡി മൈനർ സ്കെയിലിൻ്റെ 3 പൊസിഷൻ വരും. 2 ഒക്ടേവ് ഇത് വായിക്കുന്നുണ്ട്. അതായത് ഒരു തവണ ലോവർ ഒക്ടേവ് താഴെ, പിന്നെ അതന്നെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് മേലെ ഒരു ഒക്ടേവ് ഹൈ എന്ന് പറയും. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രിൻ്റഡ് നോട്ട് ഇടുന്നുണ്ട്. കൂടാണ്ട് അതേ സെയിം നോട്ട്സിൻ്റെ ഒരു വീഡിയോ കീബോർഡിൽ ജസ്റ്റ് ഗൈഡിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഇതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റായിട്ട് ആ ടെമ്പോ ആ നോട്ട്സും കേട്ട് പഠിക്കാം. അതല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇത് വയലിൻ ഫുള്ളായിട്ട് ഇത് ഒരു തവണ വായിക്കും, അത് കഴിഞ്ഞ് ഒരു സെക്ഷനായിട്ട് വായിക്കും, പിന്നെ അതിൻ്റെ ഫിംഗർ ക്ലോസ് പൊസിഷനും വായിക്കും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോറും നമ്മൾ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഡി മൈനർ സ്കെയിൽ നമ്മൾ ഡി സ്ട്രിങ് ഓപ്പണിങ് തുടങ്ങി. ആക്ച്വലി ഈ മ്യൂസിക് 2 ഒക്ടേവ്സ് ഷിഫ്റ്റിംഗ് എല്ലാം പോകും. ഷിഫ്റ്റിംഗ് അടക്കം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വായിക്കുകയാണെങ്കിൽ അങ്ങനെ വായിച്ച് നിർത്താം, ആ ലെവലിൽ എത്തിയിട്ടുള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 3rd പൊസിഷൻ പിന്നെ 5th പൊസിഷൻ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ആദ്യം സ്കെയിൽ നോക്കാം നമുക്ക്. ഡി മൈനർ, ഡി ഓപ്പൺ സ്ട്രിങ് തുടങ്ങി, പിന്നെ ഇ എഫ്, 3rd പൊസിഷൻ എയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ബി ഫ്ലാറ്റ്, എഫ് ഏറ്റവും മേലെ എഫ്, അതായത് 3rd പൊസിഷനിൽ നിന്ന് എ, ബി ഫ്ലാറ്റ്, സി നാച്ചുറൽ, ഡി, പിന്നെ ഇ, പിന്നെ എഫ്. എഫ് വരെ നിൽക്കും. തിരിച്ചത് ഡിസെൻഡിങ്, ഇതാണ് ബേസിക് സ്കെയിൽ ഫുള്ളായിട്ട്. അതിലിപ്പോൾ നമ്മൾ ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ നേരെ എ സ്ട്രിങ്ങിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒരു പൊസിഷനിൽ. അത് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇത് 6/8 ടെമ്പോ ആണ്, 240 ആണ് ഇതിൻ്റെ സ്പീഡ്. ഈ സ്പീഡിൽ ഫുള്ളായിട്ട് ഞാൻ പ്ലേ ചെയ്യാം. 1 2 3 4 5 6, 1 2 3 4 5 6. ഇപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ ലെവലിലുള്ള ആദ്യത്തെ 4 ലൈൻ വരയ്ക്കാണ് ഇപ്പോൾ ആദ്യം ഞാൻ വായിക്കുന്നത്, ഷിഫ്റ്റിംഗ് ഇല്ലാതെ. ഫസ്റ്റ് പൊസിഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും പോലെ 1 2 3 4 5 6, 1 2 3 4 5 6. ഫസ്റ്റ് ലൈൻ അത് നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റിംഗ് പോകാതെ അത്ര ഇതിൽ വായിക്കാം. ഫസ്റ്റ് പൊസിഷനില്ലാണ്ട് ശരിക്കും വായിക്കുകയാണെങ്കിൽ അത് കിട്ടുമെങ്കിൽ 4th ഫിംഗർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം 3rd പൊസിഷനിലേക്ക്. അതായത് ഈ പൊസിഷൻ വരും. ഡി ഇ
എഫ് വരെ. അപ്പോൾ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, അതേപോലെ തന്നെ അത് വേണമെങ്കിൽ ഡൗണിൽ തന്നെ വായിക്കണമെങ്കിൽ സെക്കൻഡ് ലൈൻ. പിന്നെ തേർഡ് ലൈനിൽ അതാണ് തേർഡ് ലൈൻ. ബി ഫ്ലാറ്റ് തുടങ്ങും. അത് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വായിക്കണമെങ്കിൽ ഇവിടുന്ന് വരും. അടുത്ത ലൈൻ കണ്ടിന്യൂഷൻ ഇവിടുന്ന് ആ ഒരു ലൈനിൽ മാത്രം ചെറിയ റൺസ് പോലെ വരുന്ന സ്ഥലത്ത് ബി ഫ്ലാറ്റ് സി ഷാർപ്പ് നോട്ട് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ബാറിൽ അവിടെ ഒരു സി ഷാർപ്പ് നോട്ട് വരുന്നുണ്ട്. സി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഡി സ്ട്രിങ്ങിൻ്റെ തൊട്ടടുത്ത് വരും, സെക്കൻഡ് ഫിംഗർ. ഇത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം. സെയിം നോട്ട്സ് തന്നെ ഒക്ടേവ് ഹൈ വായിക്കണം. ഒക്ടേവ് ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് നമ്മൾ തുടങ്ങിയത് ഇവിടെ ഫസ്റ്റ് ഫിംഗർ എഫ്, ഈ സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫിംഗർ. എന്നിട്ട് അത് തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫിഫ്ത്ത് ലൈൻ ഇവിടെ, തേർഡ് പൊസിഷൻ, പിന്നെ ഫിഫ്ത്ത് പൊസിഷൻ, തേർഡ് പൊസിഷനിലേക്ക് തന്നെ ഇറങ്ങും. അതിൻ്റെ സെക്കൻഡ് ലൈൻ പിന്നെ തേർഡ് ലൈൻ സി നാച്ചുറൽ ബി ഫ്ലാറ്റ്. പിന്നെ നെക്സ്റ്റ് ലൈൻ അത് എയ്ത്ത് ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം ഇക്ക്. പിന്നെ ലാസ്റ്റ് ഡി രണ്ട് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ, എഫും ഡിയും. അതിൽ നമ്മൾ ഡി മാത്രം മാറ്റാൽ മതി. അതായത് രണ്ട് ബാറിന് ഒരു നോട്ട്, അതായത് 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ വരും. 1 2 3 4 5 6 1 2 3 4 5 6. ഇതാണ് ടോട്ടൽ നോട്ട്സ്. ഇതിൽ സ്കെയിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ റൺ സ്കെയിലിൽ മാത്രം സി ഷാർപ്പ് നോട്ട് വരും. അതല്ലാതെ എല്ലാ സ്ഥലത്തും ബി ഫ്ലാറ്റ്, അതായത് ഡി മൈനർ, ഡി നാച്ചുറൽ മൈനർ, ഒരേ ഒരു സ്ഥലത്ത് മാത്രം സി ഷാർപ്പ് നോട്ട്. ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പോർഷൻ. ഇത് നമ്മൾ ആ തീം മ്യൂസിക്കിൻ്റെ കരോക്കെ പോലെയുള്ള കേട്ട് നോക്കുക, എന്നിട്ട് ഈ നോട്ട്സ് നോക്കുക, അതിൻ്റെ കൂടെ പ്ലേ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ഫിംഗേഴ്സിൻ്റെ ഒരു ക്ലോസപ്പ് വെർഷനും കൂടെ ഞാൻ പിന്നീട് വായിക്കാം. 1 2 3 4. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് 80കളിലെ നായകൻ മണിരത്നം സംവിധാനം ചെയ്ത ഇളയരാജയുടെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകൾ. ഒരുപാട് പാട്ടുകൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്ന സിനിമയാണത്. ഓസ്കാർ അവാർഡിനൊക്കെ ഇന്ത്യയിൽ നിന്ന് നോമിനേഷൻ വരെ കിട്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് അന്ന്.
റിപ്പീറ്റ് ചെയ്ത് പല ഇൻസ്ട്രുമെൻറ്റിലും വരുന്നുണ്ട്. ഇത് കീബോർഡിലും ഫ്ലൂട്ടിലും എല്ലാത്തിലും മാറി മാറിയ പടത്തിൽ വരുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. നമ്മളെടുത്തേക്കുന്ന ഒരു വെർഷനാണ്, ഒരു സ്ലോ ആയിട്ടുള്ള വെർഷൻ. അപ്പോൾ ഇത് കേട്ട് നോക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ഷിഫ്റ്റിംഗ് പൊസിഷൻ ശ്രദ്ധിച്ച് വേണം. ഡി മൈനർ ഷിഫ്റ്റിംഗ്, തേർഡ് പൊസിഷൻ, പിന്നെ ഫിഫ്ത്ത് പൊസിഷനിലേക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചാനൽ കാണുന്നവരെ ഇത് കണ്ടിന്യൂസ് വിടാതെ കാണണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.